untold stories, the hero, although might given in the beginning, turns the table, but this time it is with the help of an inspiration. Interestingly, the hero goes one step further by taking it as a mission in his or her life to make the world a better place with more inclusion and equity. A very good morning to all assembled here on the occasion of World Lupus Day 2021. You all are in one way or the other part of a hero's journey that Joseph Campbell talks about. The fact that you are attending this momentous occasion indicates the priority and value you all have assigned to it, and it's highly appreciated. At the outset, Lupus Trust India would like to express our immense gratitude to Indian Rheumatology Association and Dr. Shenoy's Care, Center for Arthritis and Rheumatism Excellence, for the support we received towards the materialization of this much-awaited event. The call for help and cooperation has no language barriers. This year's event has an added charm. We have attendees from the length and breadth of India. We will be using a combination of English and Malayalam and request for your cooperation. The translated version of today's program will be released in due course of time. Let's all join hands and pray on this auspicious and hope-giving occasion and for the rest of India, which is battling with COVID-19. എന്റെ പാദം ഇടരാതിരിക്കുവാൻ ഇന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണിമേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. Let's dedicate a few heartful, prayerful moments in silence for those lupus fighters who left us last year battling lupus, in memory of those fighters who departed and for all the COVID warriors. I now would like to invite to deliver the welcome speech. നമസ്കാരം. ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ആശയത്തെ ലോകജനത ഒട്ടാകെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ അനുഭവത്തിലൂടെ മനസ്സിലാക്കി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. യുദ്ധക്കോപ്പുകൾക്ക് വേണ്ടി തങ്ങളുടെ സമ്പത്തിന്റെ സിംഹഭാഗവും ചെലവഴിക്കുന്ന വികസിത രാജ്യങ്ങൾ പോലും ആരോഗ്യരംഗത്തെ വികസനത്തിന് വേണ്ടി സമയവും സമ്പത്തും ചെലവഴിക്കാൻ സന്നദ്ധരായി എന്നത് പ്രതീക്ഷയ്ക്ക് വഴി നൽകുന്നു. വരും കാലങ്ങളിൽ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ഊർജ്ജസ്വലമാക്കാൻ വേണ്ട പരീക്ഷണങ്ങൾ മെഡിക്കൽ സയൻസിൽ നടക്കും എന്നത് ലൂപ്പസ് രോഗികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന ഒരു വാർത്തയാണ്. ലൂപ്പസ് ട്രസ്റ്റ് ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ കോവിഡ് മഹാമാരി ഉയർത്തിയ ഭീഷണികളെ വെർച്വൽ ലോകം നൽകുന്ന എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി നേരിടാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലൂപ്പസ് രോഗികൾ നേരിടുന്ന ആശങ്കകളെ ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ നമ്മുടെ ട്രസ്റ്റിന് കഴിഞ്ഞു. എങ്കിലും വർഷത്തിൽ ഒരിക്കൽ ഒരുമിച്ച് കൂടാനുള്ള അവസരം നഷ്ടപ്പെട്ടു എന്നത് ഖേദകരം തന്നെയാണ്. ഒരു ആരോഗ്യവാനായ മനുഷ്യന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ടീം ക്യാപ്റ്റൻ ശ്വേതരക്താണുക്കൾ അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ് ആണെങ്കിൽ ഒരു ലൂപ്പസ് രോഗിക്ക് അത് അവളുടെ അല്ലെങ്കിൽ അവന്റെ മനസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് കാലത്തും ആത്മവിശ്വാസം കൈവിടാതെ പോരാടാൻ ലൂപ്പസ് തീർച്ചയായും സാധിക്കും. നമ്മൾ ഒരുമിച്ച് ഈ ഘട്ടവും തരണം ചെയ്യും. ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സ്നേഹനിധിയായ ഡോക്ടർ പത്മനാഭ ഷെനോയ് സർ ആണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൂപ്പസ് ട്രസ്റ്റ് ഇന്ത്യയുടെ പ്രാരംഭഘട്ടം മുതൽ അദ്ദേഹവും ഷെനോയ്സ് കെയറിലെ മറ്റു ഡോക്ടർമാരും സ്റ്റാഫുകളും നൽകുന്ന സഹായ സഹകരണങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. കോവിഡിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ വസ്തുതാപരമായ ശ്രദ്ധ ആകർഷിച്ചു. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ തങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകി ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഒരാളെന്ന നിലയിൽ ഡോക്ടറെ മറക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ലൂപ്പസ് ട്രസ്റ്റ്
ഷിംലിയുടെ പേരിലും നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടറെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി ഇന്ത്യൻ റുമറ്റോളജി അസോസിയേഷൻ, കേരള ആർത്രൈറ്റിസ് ആൻഡ് റുമാറ്റിസം സൊസൈറ്റി എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ലൂപ്പസ് പോരാളികളായ എല്ലാ ട്രസ്റ്റീസിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പങ്കെടുക്കുന്ന എല്ലാ ലൂപ്പസ് പോരാളികളെയും അവരുടെ ബന്ധുക്കളെയും മറ്റ് അഭ്യുദയകാംക്ഷികളെയും ലൂപ്പസ് ട്രസ്റ്റ് ഇന്ത്യയുടെ പേരിൽ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയ ലൂപ്പസ് പോരാളികളെ, ലൂപ്പസ് നിങ്ങളെ കീഴടക്കരുത്, നിങ്ങൾ ലൂപ്പസിനെ There's a small announcement we'd like to make. Those participants who are not able to join on the Zoom link can always join on the YouTube live link. So you can find it in the respective support groups. All right. I am honored to call upon Dr. Padmanabha Shenoy, Clinical Director of Dr. Shenoy's Care, Center for Arthritis and Rheumatism Excellence. Doctor has been constantly guiding and fortifying the lupus community by facilitating an equitable vision and empowering the lupus fraternity with sustained support to all such endeavors. Thank you, Vachas, and thank you, Indu, for her. Despite we are all going through uncertain times. How many percentage of this approximately don't know Malayalam? Indu? Sir, around 50%, sir. So 50% doesn't know Malayalam. So we have to speak in English then. Yeah. So that's good. That's good. That's good. In a way, that's good because the thing which has started in a very small, as a small 4 or 5 people, much as Hindu and others are also there. I don't want to Asar and others who started as a small time thing now is growing as an all India kind of a organization having people from multiple areas. It's all feeling to see why it is an important thing is because when we see a lupus patient who also goes through this, who has gone through the same kind of feelings that you have gone, you get a solace, you get a friend, you can identify with each other, you can discuss things. We are going through very uncertain times. We don't know for the last 1.5 years how things have shaped up. Today in Kerala and most part of the country is in lockdown. We are unable to go from one place to another place. We are unable to meet. This meeting itself, we wanted to have in a big, larger crowd, with a lot of people attending. But sadly, we couldn't do that. But fortunately, it's a blessing in disguise because of this virtual platform, we have many more people from many more cities are attending, and it has already come. So that's a huge thing, and people will be watching on YouTube. So I think it's a blessing in disguise that we are able to do this as a virtual platform, and people from different parts of the country can join. So it's always, every life has a lot of whatever negative. See, lupus is always has given you some challenges, but it has shown that you are a warrior. It has shown you that you will be able to overcome it. It is a share, and it has given you a lot of friends. I'm sure if there was no lupus, Bindu and Vachas would have never met. And I would not have met Vachas. I would not have met one of you. So always it gives us opportunities. What I'm trying to tell you is, it's not that having lupus is a great, very good thing, the best thing just happened to you, but it has given some opportunities to you to bring in stronger thing out of you. അപ്പോൾ നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഈ ലൂപ്പസ് അല്ലെങ്കിൽ SLE വന്നു കഴിയുമ്പോൾ അതിൽ നമുക്കൊരു സങ്കടം ഉണ്ടാകും. പക്ഷെ അത് കാരണം കുറച്ച് നമ്മുടെ ഉള്ളിലുള്ള ധൈര്യവും നമ്മുടെ പോരാട്ട വീര്യവും ഒക്കെ കൂട്ടാൻ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. So that's what I was trying to tell. So during these uncertain times, initial COVID period, everybody was very stressed. All of us were very, very stressed. Last March, if you remember, hydroxychloroquine. People were thinking lupus patient, because they are immunosuppressed, they will have if they catch COVID, they will have a very severe disease. Chance of dying is high because their immune system is weak. But all these things is clear now. Even if they get COVID, they fight back. And most of the autoimmune diseases, despite being patients, despite being on immunosuppressed, we have around 500 patients who have been affected with COVID, and most of them have come out without any much issues and without any complications. Matter of the past, and now things are much better. But there's a COVID tsunami, the second wave of COVID is hitting hard in different parts of the country currently. So there are issues with following our patients, for meeting your doctors, getting your blood tested, getting your drugs. But things are much better when we compare last
April or May in terms of availability of drugs and treatment continuity you want to continue. അപ്പോൾ കുറെ കാര്യങ്ങളിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഒരു സമയത്ത് നമുക്ക് ജീവിക്കാൻ നമ്മൾ പഠിച്ചു, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പഠിച്ചു, ഇതിന് ട്രീറ്റ്മെന്റ് എങ്ങനെ എടുക്കാമെന്ന് പഠിച്ചു, ടെലിമെഡിസിൻ നമ്മൾ പഠിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾ നല്ലത് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. And now the advantage of current thing is we have found a vaccination. I request everyone to kindly mute. And cooperate. Thank you. So till now there were 2 weapons. This COVID tsunami against fighting with the COVID. The most important has been the SMS, like putting mask, wearing a proper mask has protected most of us. And not only wearing mask, now it is double mask because the current it is more transmissible. It is more widely spread. It's spread from one person to another person. So masking has been the cornerstone of fight against COVID, along with social distancing and avoiding closed space. That is, if you are in a closed space, you get the disease more often. So it's extremely important to understand that not getting COVID, only 2 things are most important. One is wearing a mask. What is double mask? Wear a surgical mask inside, and outside you wear a cloth mask. And second is avoiding a closed space. So what is a closed space? Closed space is where there is no ventilation. Because മലയാളത്തിൽ പറയാൻ അടച്ചിട്ട മുറികൾ അവോയ്ഡ് ചെയ്യുക. കാരണം വായു സഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ മാത്രം കൂടുതൽ നമ്മൾ നോക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മാസ്ക് എപ്പോഴും യൂസ് ചെയ്യുക. വേറൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ അസുഖങ്ങൾക്കെല്ലാം തന്നെ ഒരു 80% ആളുകൾക്കും വീട്ടുകാരിൽ നിന്നാണ് അസുഖം പിടിച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നാണ് നമുക്ക് അസുഖം പിടിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്ന വീട്ടിലിരിക്കുമ്പോഴും ഈ കുറച്ച് ദിവസത്തേക്ക്, ബിക്കോസ് സ്പ്രെഡ് ഈസ് ഭയങ്കര കൂടുതലായിരിക്കുന്ന സമയത്ത്, when we interact with people who are sitting at home also, we have to be a bit careful because we don't know who is a carrier, who is having a disease. So that is about the basic precaution. But Indu has told me that I have to speak more about vaccination. And what is a vaccine? We know what is vaccine. Vaccine gives you a kind of a protein so that your body gets equipped to fight against the virus. See, the problem with COVID, why it spread so widely, is that COVID, none of the human beings had ever experienced this virus in the past. So all the patients were susceptible. If you look at chickenpox, most of us have got chickenpox in some part of the life or the other, or we have vaccinated against chickenpox. So all of us, our body knows how to fight against chickenpox. So many of the, even if chickenpox virus comes to a family, only one. But with COVID, that was not the thing. In COVID, majority of the patients, majority of the human beings has never experienced for this virus. So body doesn't know how to fight against this virus. So what does these vaccines do? Vaccines which are similar to the virus and tell the body that the virus will look like this. The spike of the virus will look like this arrow. So whenever the body sees this arrow, it will very clearly know this is a virus and how to tackle with the virus. നമ്മുടെ വൈറസിനെതിരെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ബോഡിയെ പാകപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ആയുധമാണ്. And we know in the past there has been once a disease is discovered, a disease happens, most of the time it takes 5 to 10 years for a vaccine to get developed. But with super fast speed, a lot of companies have come out with very good vaccines currently, and this vaccine is doing extremely well. We know that. And there are a lot of type of vaccines. When coming to lupus patients, what are the issues we had? The major issue we had, vaccine is an immunological stimulant, or vaccine is an immune. The first concern of ours was, once you give a vaccine, whether the lupus will get aggravated, lupus will flare up, whether lupus symptoms will come back. So that was the major concern. So in major clinical initial studies, all the lupus patients were excluded. None of them were given. But after that, the real-time data, we have very clean. Our center studied about 600 patients now of lupus and other autoimmune diseases, and very clearly shown that lupus patients, after taking vaccine, they don't have any flare of disease. That's a very reassuring thing. Their disease is present, it doesn't affect their disease. And second thing is, because these people are immunosuppressant, lupus patients are immunosuppressant, whether they're immune boosting, whether the antibody formation against this virus, you give vaccine, the body will produce antibodies to fight against the virus.
So the question was whether those patients with lupus will form antibodies as similar to those who are not having lupus. The point is, for example, a vaccine is given. Pfizer vaccine gives 90% protection. AstraZeneca vaccine gives 70% protection. Maybe in lupus patients, the protection may be slightly 10 or 15% less than the normal individual because you are taking immunosuppressants. Still, it is much better than not taking the vaccine. So the thing is, you have to take the vaccine at the most earliest. Lupus പേഷ്യൻസിന് ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ അത്രയും ചിലപ്പോൾ കിട്ടിയിട്ട് വരില്ല. കാരണം നമ്മൾ ഈ മരുന്ന് MMF ആണെങ്കിലും സൈക്ലോഫോസ്ഫേറ്റ് ആണെങ്കിലും റിട്ടുക്സിമാബ് ആണെങ്കിലും ഈ മരുന്നുകളൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറച്ച് താഴ്ത്തുന്ന മരുന്നുകളായതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് 90% പ്രൊട്ടക്ഷൻ കിട്ടുമ്പോൾ ലൂപ്പസ് പേഷ്യൻസിന് ചിലപ്പോൾ 75-80% ആയിരിക്കും. അപ്പൊ പക്ഷേ 75-80 എന്ന് പറഞ്ഞാൽ പൂജ്യത്തെക്കാളും വളരെ കൂടുതലാണ്. So it's always better to take vaccination at the earliest. And I think from whatever available data, limited data we have in immunosuppressed patient, Covishield appears to be much better than the Covaxin. അപ്പോൾ കോവിഷീൽഡ് എടുക്കുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ അത് എടുക്കാം. അപ്പോൾ കോവാക്സിൻ മോശമാണെന്നല്ല, കോവാക്സിൻ കുഴപ്പമില്ല, പക്ഷെ കോവിഷീൽഡ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ there is no only contraindication, or what people say is once you give rituximab, the efficacy of vaccine comes down remarkably. So those patients on rituximab or like what is on obinutuzumab, those who are B-cell depleting therapies, they have less immunogenic response or their antibody levels are much lower. So they may require another booster. The research on that is going on, but still these people may require another dose. But let us see. But now there is facility to look at your antibody levels, look at your immunoglobulin response. Once we have that, I think we will have a better idea. So post-vaccination symptoms. So that's the other thing people are keep asking, whether I will have side effects. And we know from the data, 65-70% of the people have mild kind of fever, body aches, aches and pains, headaches, these kind of minor symptoms. That's all most of them have. Otherwise, the symptoms are usually very mild, and only patients, and most of the symptoms goes away in 2 or 3 days. So it's a very mild symptoms, and most of it goes away. So and usually with one tablet of paracetamol, it weighs off. And about ഞാൻ പറഞ്ഞു വന്നത് ലൂപ്പസ് പേഷ്യൻസിന്റെ എടുത്തു കഴിയുമ്പോൾ 65-70% ആളുകൾ ചെറിയ ദേഹം വേദനയോ പനിയോ ഒക്കെ വരാം. അത് 2 ദിവസം ക്ഷീണമോ ഒക്കെ വരാം. 2 ദിവസം ആ സിംറ്റംസ് എല്ലാം കഴിയും. അതുകൊണ്ട് ആ വാക്സിനേഷൻ കാരണം SLEയുടെ ഒരു ഡിസീസ് ആക്ടിവിറ്റി കൂടത്തില്ല. നിങ്ങൾക്കെല്ലാം സേഫ് ആയിട്ട് തന്നെ വാക്സിൻ എടുക്കാം. So last thing what I told was these vaccines do not cause flare in disease. So no need to worry about that. It can cause mild increase in tiredness, fatigue for 2 days, but it's very, very mild. So you can go ahead safe and take. Did I miss else? Indu Vachas. Sir, actually, we have a question, like we have a doubt, like if there is a history of drug allergy, can we take vaccination? You can take. Definitely you can take. There was also one question, sir, which is regards to one of the patients here after taking the vaccination was recommended to cut MMF or one of such medication. So is it necessary for others to be concerned? Methotrexate, there is some data on methotrexate telling that just you can skip methotrexate 1 week after taking vaccination. But whatever we have studied at CARE, we have done almost 100 patients, and what we have seen, early data suggests that even if you take methotrexate, your antibody levels. So what I suggest is, once you guys get vaccinated, I think you should better to look at your antibody titers, how they have come out. Have they come out well? For example, if you do, there are different kits and there are different values. I don't want to go into details of that. So if there is a good amount of antibody formed against the post-vaccination, you can very clearly say that yes, you are immune to it. But there is no data to suggest. There is some people say mycophenolate can be skipped for 3 days or 4 days, but there is no definite data to suggest that that is going to make a difference. What I suggest is, let us, because most of you are less than 40 years, you are going to get the vaccine. You will take another 2 or 3 weeks. Or that time, more data will come up to the public domain, and always ask your doctor what is the latest recommendation, what are the new findings which has come. Anything else? I want to.
So there is a question from one of the participants, Nehal Rawat. The question is, I have, after testing positive, after how many days should one take the vaccination? See, ideally speaking, if you are tested positively, you are recovered, for 2 to 3 months, the antibodies will stay in your body. So you can take actually after minimum, give a gap of 6 to 8 weeks minimum. And if you want to delay further, what I suggest is always check your antibody levels. If antibody levels are really good, maybe you can delay the vaccination further also. Because newer vaccines, newer days, the vaccines are improving and newer vaccines are coming. So always to take, we can wait a couple of months if you are already infected, because your body will give you protection once you have been infected and recovered. Thank you, sir. There's another question. Yeah. So, what medicines, if you are a lupus patient, what medicines, what alterations in medications should be considered before taking vaccination and after taking vaccination, and for how long should we consider this? I think I have already partly answered this. Methotrexate can be skipped for 1 week after taking vaccine. That is the only data available till now. Mycophenolate and tacrolimus are the other two drugs which may have potential to reduce. But how long to stop this? There is no definite data. Maybe data will emerge in coming times. Rituximab, there is some recommendation. If you have taken rituximab, if you can afford to wait for 5 months, that is reasonably good. But the problem is, what I suggest to my patient is, anyway you have to take vaccines. You take vaccine, rituximab, and if you are not forming an antibody, definitely you can always take a booster after 2 or 3 months. I think that is better, because waiting for 5 months and catching COVID is even more dangerous. Okay, sir. Thank you. I'd request the participants, if there's any final question regarding COVID and lupus and vaccination related, please post your queries. Somebody has asked, my CRP is 9.9. Is it safe to me to get vaccinated? Yes, you can get vaccinated. CRP is not a contraindication. CRP is one of the things, as we know, can get sometimes elevated in lupus. Minor elevations can be seen once you have arthritis or mild cirrhosis, etc. So definitely you can take. There's no contraindication. I told which is better. That's why Dev Kumar is asking which vaccine should be taken, Covishield or Covaxin. Both are good, but I think whatever immunosuppressed patients, what we have seen is Covishield appears to be better. Covishield appears to be better, whatever little data. So, they have asked for Azoran. Azathioprine, again, the data is very, very limited. But what I suggest is those people who are on mycophenolate, azathioprine, rituximab, it's always better to look at the antibody response post-vaccination. After 1 month, you check the antibody, and then you will know how much antibody has been formed. If it's not formed, maybe we will have a recommendation soon telling that you have to take a booster dose. Another question is, steroids can be taken with vaccination. Steroids can be definitely taken. Never stop steroids without asking your doctor, because stopping steroids may lead on to severe flare. So you have to be extremely careful before coming down, adjusting dose of steroids, especially lupus. It can be very detrimental. So be very, very, very careful. Only thing I can suggest is, if your steroid dose is less than 30 milligram, less than 10 milligram, definitely you can take vaccine safe and your antibody will be formed. Always better to take vaccination when your steroid dose is less than 10 or less than 7.5 milligram. But if somebody is on a higher dose of steroids, it will be for a reason. So we always consult your doctor before reducing steroids. Sir, there's one question with regards to pregnancy and lupus and vaccination. I always had C3, C4 low under control, and dsDNA negative. See, dsDNA, what I understand, Satya has asked she developed an abortion of the kid. So what can she do about it? That's what she was asking. So what I can suggest is, always there are two reasons why lupus patient develop abortion. One is antiphospholipid antibody syndrome. So it is you have to check your blood for antiphospholipid and anticardiolipin. There are certain antibodies
we can check for that. And second thing is anti-row, because that can cause make the child's heart malfunction. So these are the two things you have to check. And if those are there, there are treatments which are available. Basically, those patients who are anti-cardiolipin antibody positive, you have to take heparin. Then you will have successful pregnancy. All the lupus patients, be it class 4, class 5, having on warfarin or acetron, they have to be a bit careful. Their INR has to be less than 3 on the day they get vaccinated, because once you have a on warfarin, you will get a intramuscular injection. It's likely that you will form a hematoma there. So that is the only thing. Lekha was asking whether post rituximab. So you can definitely get vaccinated, because your CD9, those patients on rituximab, as I told earlier, they have a less immune response. So we have to be careful. And you have to look at your antibodies. So Satya is again telling anticoagulant is also normal. Yes, definitely it can happen sometimes. There are atypical antiphospholipid antibody syndromes. This, I think, beyond the discussion, we have to manage it accordingly. So one lupus patient from Meerut has asked, she's lupus anticoagulant positive, and should she start with aspirin before vaccination? Yeah, I think that's a good idea. You can start anticoagulant positivity before taking vaccine. You can start on aspirin. You can take thyroid patients, you can MMF patients, cell patients, all of them can take vaccines. There is no contraindication. All of you can take it. So blood thinner dosage, if somebody is on warfarin, somebody has asked me to repeat the blood thinner. So INR has to be seen. If INR has to be less than 2.5 on the day they take, less than 3, less than 2 to 2.5 is okay. More than 3, you have to be careful. Because what happens if you are more than 3, it's likely that you will form a hematoma. Pfizer vaccine is you can take. Somebody is asked whether is it safe to take Pfizer or BioNTech vaccine. I am on MMF and Pfizer. Yes, Pfizer is okay. Only thing is, what I am trying to tell you is, you have to be on steroids less than 10 milligram per day. Allergy towards sulfur drugs, curd and prawns. Can I take vaccine? Yes, you can take vaccine. Only thing is, you have to take it in hospital, because chance of allergy is very, very low, 1 in 10,000 or something. Definitely you can take, but only thing is, you have to take in a hospital setting, so that if there allergy happens, it can be taken care of. Sir, could you please repeat on the blood thinner dosage? Yes. I repeated. Okay. Do I need to repeat it? I thought I again told. Okay, sir. Sir, I think we'll wind up with one last question, which is from a patient asking, the patient is having herpes right now. Is it okay to take the vaccination now, or is it post-recovery of herpes? Post-recovery will be better. Once you are having herpes zoster, better to take it, delay for a couple of weeks. Right, sir. That's it with the questions, sir. Right. So thank you so much, Doctor, for your enlightening address, and especially for clarifying the apprehensions and clearing the ambiguity regarding COVID-19 vaccination for the lupus patients. All right. Now I'd like to request Advocate Indulekha Joseph, Secretary of Lupus Trust India, to deliver the annual report. ഞങ്ങൾ ലൂപ്പസ് പോരാളികൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഞങ്ങൾക്ക് 2 കുടുംബങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ ജനിച്ചു വളർന്ന കുടുംബം. 2, ഞങ്ങളുടെ ലൂപ്പസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന കുടുംബം. 2017 ഷെനൈസ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഒരു ലൂപ്പസ് ഡേ ആഘോഷത്തിൽ വെച്ച് ലൂപ്പസ് പോരാളികളുടെ ഉള്ളിൽ അങ്കുരിച്ച സൗഹൃദം 2017 തന്നെ അത് 150 പേരുടെ വാട്സപ്പ് കൂട്ടായ്മയായി മാറി. ആ കൂട്ടായ്മയിൽ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നീണ്ട നിര കേവലം സമാശ്വാസങ്ങളിൽ ഒതുങ്ങില്ല എന്ന് മനസ്സിലാക്കി ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചു. 2018 ലൂപ്പസ് അവയർനെസ് വാക്കത്തോൺ നടത്തി.
തീവ്രമായ പരിശ്രമങ്ങൾക്കൊടുവിൽ 2018 ഒക്ടോബർ 14 അന്നത്തെ കേരള എക്സൈസ് കമ്മീഷണർ ആയിരുന്ന ഋഷിരാജ് സിംഗും സാറും അതുപോലെ തന്നെ IMA പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ ജുനൈദ് സാറും ചേർന്ന് ലൂപ്പസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്യുകയും ലോഗോ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഡിസംബർ 1, 2018 ലൂപ്പസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അടുത്തതായി ലൂപ്പസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് വായിക്കുന്നത്. മറ്റെല്ലാ മേഖലകളെയും കോവിഡ് മഹാമാരി ബാധിച്ചതുപോലെ തന്നെ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെ ഒരു പരിധി വരെ ബാധിച്ചു എന്ന് മതിക്കാതെ വയ്യ. എന്നിരിക്കലും വെർച്വൽ ലോകം നൽകുന്ന എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുവാനായി ട്രസ്റ്റ് ശ്രമിച്ചിട്ടുണ്ട്. മെയ് 6, 2020 ഡോക്ടർ പത്മനാഭ ഷെണായിയുടെ നേതൃത്വത്തിൽ ലൂപ്പസ് രോഗികൾക്കായി ഓൺലൈൻ ചോദ്യോത്തര വേള നടത്തി. ഇന്ത്യയിൽ ഉടനീളമുള്ള ലൂപ്പസ് രോഗികളിൽ നിന്നും ട്രസ്റ്റ് മുഖാന്തരം ശേഖരിച്ച ചോദ്യങ്ങൾക്ക് ഡോക്ടർ വ്യക്തമായ മറുപടികൾ നൽകി. മെയ് 10, 2020 ലൂപ്പസ് ഡേ ഓൺലൈനായി സംഘടിപ്പിച്ചു. അന്നേ ദിവസം നടത്തിയ ലൂപ്പസ് രോഗികളുടെ ഇന്ററാക്റ്റീവ് സെഷനിൽ കോവിഡ് ഉയർത്തിയ ആശങ്കകളും അനുഭവങ്ങളും 15/11/2019 UR പ്രദീപ് ചേലക്കര നമ്മുടെ ചേലക്കര MLA ആയ UR പ്രദീപ് സാർ മുഖേന ഒരു നിവേദനം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ചു. സൗജന്യ ചികിത്സ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രസ്തുത നിവേദനം സമർപ്പിച്ചത്. അതിനെ തുടർന്ന് 24/2/2020 UR പ്രദീപ് MLAക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയ കത്ത് പ്രകാരം നിവേദനം സംബന്ധിച്ച് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ, കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവരിൽ നിന്നും റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് എന്ന് അറിയിച്ചു. തുടർന്ന് 12/1/2021 നടന്ന കേരള നിയമസഭയുടെ 22ാം സമ്മേളനത്തിൽ വെച്ച് പ്രസ്തുത നിവേദനത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട UR പ്രദീപ് MLA ചോദ്യം ഉന്നയിക്കുകയും നമ്മുടെ ആരോഗ്യമന്ത്രിയായ ശ്രീമതി KK ശൈലജ ടീച്ചർ ഉത്തരം നൽകുകയും ചെയ്തു. ചോദ്യവും ഉത്തരവും നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ ഇവിടെ വായിക്കുകയാണ്. അപ്പൊ MLA ചോദിച്ച ചോദ്യം ഇതാണ്: SLE എന്ന മാരക രോഗത്തിന് സൗജന്യ ചികിത്സാ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും നൽകണമെന്നതിനെ കുറിച്ച് FW 2/1/2020 ആരോഗ്യം നമ്പർ ഫയലിൽ എന്ത് നടപടികളും തീരുമാനങ്ങളുമാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്? എടുത്ത നടപടികളുടെ പുരോഗതി വ്യക്തമാക്കാമോ? വിവിധ സർക്കാർ ഏജൻസികളുടെ ആശ്വാസ നടപടികൾ പ്രതീക്ഷിക്കുന്ന രോഗികൾക്ക് ആശ്വാസം എത്തിക്കുന്നതിനായി ഈ ഫയലിൽ വേഗത്തിൽ തീരുമാനമെടുക്കുന്നതിന് നടപടി സ്വീകരിക്കാമോ? വിശദാംശങ്ങൾ വ്യക്തമാക്കാമോ? അതിന് നമുക്ക് ലഭിച്ച മറുപടിയാണ് ഞാൻ വായിക്കുന്നത്. മിനിസ്റ്റർ നമുക്ക് നൽകിയ മറുപടിയാണ്: SLE എന്ന രോഗത്തിന് സൗജന്യ ചികിത്സാ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും നൽകണം സംഘടന UR പ്രദീപ് MLA മുഖേന സമർപ്പിച്ച നിവേദനത്തിൽ FW 2/1/2020 ആരോഗ്യം നമ്പർ കത്ത് പ്രകാരം ആരോഗ്യ വകുപ്പ് ഡയറക്ടർ, പ്രൊജക്ട് ഡയറക്ടർ, കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ, സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ എന്നിവരിൽ നിന്നും റിപ്പോർട്ട് തേടിയിരുന്നു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഡയറക്ടർ നൽകിയ റിപ്പോർട്ട് പ്രകാരം SLE രോഗ ചികിത്സയ്ക്കായി ഉപയോഗിച്ചു വരുന്ന കീമോതെറാപ്പി മരുന്നായ സൈക്ലോഫോസ്മൈഡ്, ബയോളജിക്കൽ മരുന്നായ റിട്ടുസിമാബ് എന്നീ മരുന്നുകളാണ്. നിലവിലുള്ള ഈ മരുന്നുകൾ വാർഷിക ഇന്റന്റ് മുഖേന ആവശ്യപ്പെടുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികൾ എന്നിവയിലൂടെ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ കീഴിൽ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസികളുടെ വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ ഈ മരുന്നുകൾ നൽകി വരുന്നു എന്നും അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ 8/1/2021 തീയതിയിലെ കത്ത് പ്രകാരം KGSMA റൂൾ 1960 പ്രകാരം SLE എന്ന രോഗത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും അസുഖത്തിന് നൽകുന്ന മരുന്നും പരിശോധനകളും അസുഖങ്ങൾ KGSMA അംഗീകരിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. മേൽ ശുപാർശ സർക്കാർ പരിശോധിച്ചു വരികയാണ്. അങ്ങനെ നമ്മളുടെ ഈ സർക്കാരിനെ സമീപിച്ചത് ഘട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രോഗ്രസ് ആണ് ഞാൻ ഇവിടെ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്.
അടുത്തതായി ചീഫ് മിനിസ്റ്ററിന്റെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിൽ നിന്നും ലൂപ്പസ് രോഗികൾക്ക് സഹായം ഉറപ്പാക്കുന്നതിനും വൃക്ക, ഹൃദയം തുടങ്ങിയ അവയവങ്ങൾ ബാധിച്ചിട്ടുള്ള ലൂപ്പസ് രോഗികൾക്ക് APL കാർഡ് BPL കാർഡ് ആക്കുന്നതിനും ട്രസ്റ്റിന് സഹായിക്കാൻ കഴിഞ്ഞു. ഫോൺ മുഖാന്തരമുള്ള കൗൺസിലിംഗ്, FB, വാട്സ്ആപ്പ്, ട്വിറ്റർ, യൂട്യൂബ്, ലിങ്ക്ഡിൻ തുടങ്ങിയ സോഷ്യൽ മീഡിയ വഴിയുള്ള സേവനം, വെബ്സൈറ്റ് വഴിയുള്ള സേവനം, വിവിധ ഭാഷകളിലുള്ള ലീഫ്ലെറ്റുകളുടെ വിതരണം, പത്രമാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങൾ എന്നിങ്ങനെ പോകുന്ന പ്രവർത്തനങ്ങൾ. ഫിലിം ഫെയിം കാജൽ അഗർവാൾ നൽകിയ വീഡിയോ ഫുട്ടേജ് ട്രസ്റ്റിനെ കുറച്ചൊന്നുമല്ല സഹായിച്ചത്. മലയാളികളുടെ സ്വന്തം അപർണ ബാലമുരളി തങ്ങളിൽ ഒരാളായി തന്നെ നിന്നുകൊണ്ട് ട്രസ്റ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സഹകരിക്കുകയും ഞങ്ങൾക്ക് ആവേശം പകരുകയും ചെയ്യുന്നു. ശ്രീമാൻ ശശി തരൂറും ട്രസ്റ്റിന് പിന്തുണ അറിയിച്ചിട്ടുള്ളതാണ്. വിവിധ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിതരുടെ സംഘടനകളുമായി സഹകരിച്ചു പ്രവർത്തിക്കുവാനും ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റിന്റെ ഫണ്ടിൽ നിന്നും അർഹരായ 2 രോഗികൾക്ക് സഹായം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് ഉയർത്തിയ സാമ്പത്തിക മാന്ദ്യം ഫണ്ട് കളക്ഷനെ സാരമായി ബാധിച്ചു എന്ന് തന്നെ നാം മനസ്സിലാക്കണം. ലൂപ്പസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ന് ലൂപ്പസ് ഫെഡറേഷൻ ഓഫ് അമേരിക്കയുടെ വേൾഡ് ലൂപ്പസ് ഫെഡറേഷന്റെ ഒരു അംഗമാണ്. അടുത്തതായി ഞാൻ ഇവിടെ നമ്മുടെ ലൂപ്പസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. ലൂപ്പസ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ റൂമറ്റോളജി അസോസിയേഷനോട് ചേർന്ന് പ്രവർത്തിക്കുക. ലൂപ്പസ് രോഗമാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് ചികിത്സ വൈകി കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് കടന്ന പല സാഹചര്യങ്ങളും ട്രസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൂപ്പസ് ബോധവൽക്കരണം ഊർജിതമായി തന്നെ തുടരും. ലൂപ്പസ് രോഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഗവേഷണങ്ങൾക്ക് മതിയായ പിന്തുണ നൽകുക. സർക്കാരിൽ നിന്നും രോഗികൾ അർഹിക്കുന്ന സൗജന്യ ചികിത്സ ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ നേടിയെടുക്കുക. ലൂപ്പസ് രോഗികളെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുക. കൂടുതൽ ലൂപ്പസ് രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുക. ഇനി അവസാനമായി നമ്മുടെ ട്രസ്റ്റിനെ കുറിച്ചാണ് ഒരു വാക്ക് പറയുന്നത്. ഞങ്ങൾ ഒരു കൂട്ടം ലൂപ്പസ് പോരാളികളാണ്. പോരാട്ട വീര്യം കെടാത്ത ആത്മവിശ്വാസവും കൃത്യമായ ചികിത്സയുമാണ് ഞങ്ങളുടെ ഊർജം. കേരളത്തിലുള്ള ലൂപ്പസ് രോഗികളിൽ ആരംഭിച്ച് ഇന്ത്യ ഒട്ടാകെയുള്ള ലൂപ്പസ് രോഗികളുടെ പിന്തുണയോടെ മുൻപോട്ട് പോകുന്ന ഈ സംരംഭം തീർച്ചയായും ലൂപ്പസ് രോഗികൾക്ക് കുറഞ്ഞ ചിലവിൽ ചികിത്സ, ബോധവൽക്കരണം, മരുന്നും ജീവിത രീതിയെ കുറിച്ചുള്ള അവബോധം തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നടത്തിയിരിക്കും. ഞങ്ങളിൽ ചെറുപ്പക്കാർ മുതൽ മധ്യവയസ്കർ വരെയുള്ള ലോ, മെഡിസിൻ, ബിസിനസ്, ഫിനാൻസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ട്രസ്റ്റ് അംഗങ്ങളുണ്ട്. ഞങ്ങൾക്ക് താങ്ങും തണലുമായി ഡോക്ടർ പത്മനാഭ ഷെണായിയും അദ്ദേഹത്തിന്റെ ഷെണായിസ് കെയറിലെ സ്റ്റാഫും ഉൾപ്പെടെയുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ട്. അവസാനമായി ഒരു വാക്ക്, ഈ സമയവും കടന്നുപോകും. പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഭയം നമുക്ക് അന്യമാണ്. പോരാട്ടം നമുക്ക് ജീവിതമാണ്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. താങ്ക് യു വെരി മച്ച്. Thank you very much. Thank you, Advocate Indulekha Joseph, for delivering the annual report. So coming to the most exciting and awaited part, it's definitely a fortifying experience listening to the winning experiences in a lupus warrior's life. I am excited and happy to announce the names of the best 2 narrations amongst the lupus warriors. It takes courage and a service attitude to come forward and share one's battle with the rest of the world. All of you are winners in some way or the other. There is no doubt. Yet, as a token of appreciation, we would like to play the recitation of the best 2 of them. We would start with Dhruvi Khiklawala. Hi, my name is Dhruvi and I have been diagnosed with lupus since last 5 years. And here's my essay on my experience with lupus. With syringe in one hand, nerves swollen, hopeless eyes, I was just lying in the hospital thinking, what have I done in last 18 years of my life, of being alive? It was 20th day in the hospital and I was yet to get a diagnosis of what was exactly wrong with me. Every morning at 5:30, somebody would come, take my blood and start doing the test with it. It had become my alarm clock. In last 20 days, it had become a routine. Somebody would come, take my blood. I would try to go to sleep for an hour or so after that.
then get up for another test, then another, and it would go on. But that day, I finally got my diagnosis. I did not know what to feel. To feel happy that at least we know what is wrong with me, or to be sad that there's definitely something wrong with me, or to be scared of how to go about now, how to take care of everything from now, or everything is going to change. This was 5 years ago. I did not know what lupus was. I knew nothing about living with the chronic illness. All I ever wanted from life was to be able to live freely. But with this diagnosis came restrictions. I saw the look in my parents' eyes when we were waiting for the doctor. It was a look that showed mixture of sympathy and hopelessness with pretense of strength. I knew they were getting very tired. I was as well. The first thing my parents asked me after leaving the room was, what did I want to do? And frankly, I did not know what I wanted to do at that time. But just to put up a front, I said, I want to continue with my bachelor's without taking a break and did not want to succumb to a condition that was not in my hand. And in this last 5 years, there have been numerous times where I wanted to give up, leave everything and just let the condition eat me and blame it on God for whatever was happening. But whenever I did feel like giving up, there was something to hold me back and tell me that it was okay if I give up, if that is what I wanted. But for some reason, I didn't, and I'm so glad that I didn't. The journey with lupus has not been an easy one. Every time I wanted to do something, I had to first think about my health. But somehow I'm still alive and doing what I wanted to do. There have been people who told me that I could not, but I mean, that has never stopped me. How could external bodies stop me when I didn't let my internal problems stop me? From the day I had been diagnosed, I faced many psychological, emotional, and physical problems. I never had good self esteem to start with. But lupus taught me that I didn't have to be smartest, healthiest, or the prettiest girl to achieve something. I just didn't have to give up. All I ever did was not give up, and here I am with bachelor's, master's, and currently pursuing MPhil in clinical psychology. I don't consider my story to be great, but I do consider myself as one of the strongest characters that I have ever encountered or I'll ever encounter, and that I couldn't have realized if I had not gone through something like lupus. Thank you. Wow. If any of you are slightly or close to tearing up with tears of joy, I can totally feel you. Thank you, Dhruvi. Yes, of course, That Vacha. Of course. That took incredible courage to come and share your story, and we're immensely grateful. The next nominee is Sampriti Ganguly, Shompriti Ganguly. So I would request you to play her recitation. Hi, this is Shampriti. Today I'm here to share my experience with lupus. It was mid of 2018. I was 22 and had just joined one of India's top MNCs after graduation. It was my time to shine. From living in a metropolitan away from family to weekend trips with friends. Life was exactly in the shape as I wanted it to be. I was gradually getting close to my sweet spot in the corporate world while fulfilling my desires that I had so longed for. Things were pretty smooth until the morning I woke up with pain in my finger joints and knuckles of my hand. Little did I anticipate the unwelcome storm in my life. With hardly a week passing by, the pain became so excruciating that it hurdled my normal mobility.
When I was just gathering strength to do something about the pain, my mate started complaining about bundles of fallen hair in my room. I was so worried about my body ache that I didn't even notice the drastic hair fall initially. Carrying out my daily chores and attending office became a war for me against myself. Within 2 weeks, I got an ulcer in my mouth. Salt and spices used to hurt me so badly that I started living on only fruits and sweets. I consulted a physician from a renowned hospital who thought it was due to some liver issues. She prescribed some blood tests, and the report were almost normal, apart from showing some calcium and vitamin D3 deficiency. I started taking medicines as per her prescription, spent a lion's share of my salary on medical tests, only to witness zero improvement and constant pain. I could sense my health deteriorate at a persistent rate. When my friends used to spend weekends attending parties, making trips, and hanging out, I used to visit clinics for several newer complications that crowded on me all at once. I never imagined those problems to be related. Fortunately, my cousin, he's a doctor, and I told him all about my complications. Then he suggested me to consult one of his friends who suspected this to be a rheumatic disease, followed by booking an appointment to a rheumatologist for me. After consultation, my doctor confirmed my condition as lupus. I can recollect the date to be 5th of February 2019 when I was introduced to this abbreviation. I was suggested a series of blood tests, x-rays, ECG, USGs, and fortunately my organs were out of the mess. The more I got to know about the disease, the clearer the symptoms became to me. Initially, I feared my life would never be the same. But after living with lupus for 2.5 years, I can say things haven't changed much. Lupus has taught me patience, self love, and has driven me to prioritize my health because this is the most important wealth one can have. At least from my experience, I can say with a maintained and balanced lifestyle, added with some medicines, life is still as beautiful as it used to be. Precisely highlighted the importance of early diagnosis, and you also highlighted how the diagnosis process is the most painful and tiring process in lupus, and you also highlighted about how it has a catastrophic health expenditure. So on behalf of the trust, on behalf of all the participants here, we would like to immensely thank you for coming forward and sharing your story. I would further like to invite and request Azruddin Salim to thanks. Good morning all. ഇന്ന് ഈ പരിപാടിയിൽ ഇവിടെ ഒത്തുചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദി പറയുക എന്നതാണ് എൻ്റെ ദൗത്യം. ആദ്യമായി ഈ പരിപാടി സംഘടിപ്പിക്കാൻ മാർഗനിർദ്ദേശം നൽകിയ ഇന്ത്യൻ റൂമറ്റോളജി അസോസിയേഷന് എൻ്റെ നന്ദി അറിയിക്കുന്നു. ലൂപ്പസ് ട്രസ്റ്റ് ഇന്ത്യയുടെ പാട്രണും കെയറിന്റെ ക്ലിനിക്കൽ ഡയറക്ടറുമായ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ പത്മനാഭ ഷണായ് സർ, അദ്ദേഹത്തിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. സാറിന് എന്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി കണക്ട് ചെയ്യുവാൻ നമ്മളെ സഹായിച്ച ഡോക്ടർ രാമൻ സ്വാതി വാമൻ സാറിന് ഞാൻ ട്രസ്റ്റിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അദ്ദേഹം ദേശീയ ആരോഗ്യ പദ്ധതിയുടെ കാസർഗോഡ് ജില്ലാ പ്രോജക്ട് മാനേജറാണ്. അതുപോലെ ട്രസ്റ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം സഹകരിക്കുന്ന ആക്ട്രസ് അപർണ ബാലമുരളിയെ ഈ അവസരത്തിൽ ഓർക്കുന്നു. നൽകിയ മിസ് സംപ്രീതി ഗാംഗുലി, മിസ് ധ്രുവി എന്നിവർക്ക് ട്രസ്റ്റിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ മറ്റ് സഹായ സഹകരണങ്ങൾ ചെയ്ത കെയറിലെ സ്റ്റാഫ് അംഗങ്ങൾക്കും പ്രത്യേകമായി മിസ് രേഷ്മിക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. കേരള ആർത്രൈറ്റിസ് ആൻഡ് റൊമാറ്റിക് സൊസൈറ്റി, എന്റെ വ്യക്തിഗതമായ പേരിലും ട്രസ്റ്റിന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഈ പരിപാടിക്ക് വേണ്ട ടെക്നിക്കൽ അസിസ്റ്റൻസ് തന്ന ക്വിനി എൻഗേജിംഗ് എക്സ്പീരിയൻസസിലെ
മിസ്റ്റർ ദീപു, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും പ്രത്യേകമായി മിസ്റ്റർ നിതിനും ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ വോളണ്ടിയേഴ്സിന്റെ പങ്ക് വളരെ വലുതാണെന്ന് നിങ്ങൾക്കറിയാം. നമുക്കും ശക്തമായ ഒരു വോളണ്ടിയറിംഗ് ടീമുണ്ട്. അവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ബുദ്ധിമുട്ടുന്ന ഈ സന്ദർഭത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ട്രസ്റ്റിന്റെ പേരിൽ നന്ദി. താങ്ക് യു. Thank you, Azza.